അങ്ങനെ ബോംബെയിൽ പോയി അവിടെ ഈ സിനിമയുടെ ഇതിൻ്റെ കൂടെയൊക്കെ പോയി കഴിഞ്ഞു. അപ്പം സിനിമ ബന്ധം കിട്ടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് സിനിമ പിടിച്ചേറുന്നതൊക്കെ ഈ അവിടുത്തെ വലിയ വലിയ അധോലോകത്തിൻ്റെ ആൾക്കാരായിരുന്നു അന്ന് സിനിമ ഹിന്ദി സിനിമയിലെ പ്രൊഡ്യൂസർമാരൊക്കെ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അവരെ കെയറോപ്പിലാണ് ഈ സിനിമ ബന്ധം കിട്ടിയത്. അപ്പം അങ്ങനെ ഞാൻ തൊഴിൽ സ്കൂളിൽ നിന്ന് പഠിച്ച അടിപിടി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ബോംബെയിൽ എനിക്കത് ഉപയോഗത്തിൽ വന്നു. ഞാൻ ഇങ്ങനെ അവിടുത്തെ ഗുണ്ട സെറ്റപ്പുള്ള ആൾക്കാരെയൊക്കെ ആയിട്ട് അവരെ പരിചയമായി, അവരെ കൂടെയൊക്കെ കൂടി. അപ്പോൾ അവരെ കൂടെ ഇങ്ങനെ നടക്കും. ഒരു രസമാണ് അതൊക്കെ അന്ന്. പക്ഷെ തല പോകാണ്ട് കിട്ടിയതൊക്കെ ആരെ ഭാഗ്യം. അല്ലച്ചിങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അന്ന് അവരെ കൂടെ നടന്നിരുന്നത്. ഭാഗ്യം കൊണ്ട് ആരെയും കത്തിക്കേരയില്ല, ആരും വെടിവെച്ച് വന്നില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാനങ്ങനെ ഇതൊക്കെ പോകുമ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ചോപ്പട വലിച്ചിട്ട് ചില ഗവൺമെൻറ് ഭൂമി മാർക്ക് ചെയ്തിട്ടിട്ട് ഓരോ കഷ്ണമായിട്ട് ഓരോരുത്തർക്ക് വിൽക്കും. ആ പൈസ എല്ലാവരും കൂടി എടുക്കും. അങ്ങനെ പോയി ബാറിൽ പോയി കള്ളു കുടിക്കുക, അങ്ങനത്തെ നല്ല നല്ല പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു തുടങ്ങി, ഇങ്ങനെ ആള് വിശകായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഈ അമ്മായിയുടെ മക്കളൊക്കെ പറഞ്ഞു. അമ്മേനെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ മോൻ ചിലപ്പോൾ പണി കഴിയും വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ സമ്മർദ്ദമുണ്ട്, വീട്ടിൽ നിന്ന് വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ പോയില്ല. അത് കഴിഞ്ഞ് ബോംബെയിൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അവിടുന്ന് ബോംബെയിൽ നിന്ന് സ്ഥലം കൊണ്ടുവന്നു. വലിയൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ബോംബെയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ബോംബെയിൽ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മെല്ലെ ഇവിടേക്ക് വന്നു, നമ്മളെ കൽക്കട്ടയ്ക്ക് പോയി. കൽക്കട്ടയിൽ അവിടെ കുറച്ചാൾ നിന്നു. അവിടെ നല്ല സ്വഭാവം കാരണം അവിടെ നിന്നും പോരേണ്ടി വന്നു. അവിടെ നിന്ന് പിന്നെ നേരെ വയനാട് കുറച്ചാൾ നിന്നു. വയനാട്ടിൽ പ്രശ്നമായി. അവിടെ നിന്ന് പോന്നിട്ട് നിലമ്പൂർ പോയി. അങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോയി. ഈ ബോംബെയിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഫിലിം ഫീൽഡിൽ പോയിട്ട് കുറച്ച് ആർട്ടിൻ്റെ വർക്കിനൊക്കെ പോയിരുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്ന് വർക്ക് വരുമ്പോൾ പോവും. അപ്പോൾ ആർട്ടിൻ്റെ വർക്കിന് കുറേ പോലെ പോവും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ മിഥുൻ ചക്രവർത്തി, പുള്ളി അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. ഡാൻസ് അങ്ങനെയുള്ള വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തിട്ട് വലിയ സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ ഒരു 2 പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഊട്ടി, മൈസൂർ ഇങ്ങനെ സ്ഥലത്തൊക്കെ വരുന്നത് പറഞ്ഞ്. അങ്ങനെ അതിൻ്റെ കൂടെ ആർട്ടിൻ്റെ വർക്കായിട്ട് ഞങ്ങളും പോന്നൊരു 10-20 ദിവസം ഞങ്ങൾ ഊട്ടിയിലും മൈസൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര എൻജോയ്മെൻ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് വന്നു. അവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് ഞാൻ തിരിച്ച് ബോംബെയിൽ പോയപ്പോൾ സഹദേവേട്ടൻ എനിക്ക് ഒരു ടെലിഗ്രാം എടുത്തു തന്നു. അന്ന് ടെലിഗ്രാമാണ് എല്ലാ കാര്യത്തിനും ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അച്ഛൻ മരിച്ചിട്ടുള്ള ടെലിഗ്രാമാണ്. പക്ഷെ അച്ഛൻ മരിച്ചിട്ട് കുറേ ദിവസങ്ങളായിരുന്നു. അത് മരിച്ചപ്പോൾ ഒരു കമ്പനിയിലത്തെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അവർ വിളിച്ചപ്പോൾ കമ്പനിക്കാർ പറഞ്ഞാൽ ആൾ ടൂറിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്തു. പിന്നെ വേറെ വകുപ്പൊന്നുമില്ല, ഇന്നത്തെ പോലെ മൊബൈലിനൊന്നും ഒന്നുമില്ല. ഞാൻ തിരിച്ചെത്തിയപ്പോഴാണ് ഈ ടെലിഗ്രാം കിട്ടിയത്. ടെലിഗ്രാം കിട്ടിയപ്പോൾ വേഗം ഇതായി. അപ്പോൾ അന്ന് തന്നെ ഞാൻ കമ്പനിയിൽ നിന്നും കുറച്ച് പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വരുമ്പോൾ അടിയന്തരത്തിൻ്റെ തലേ ദിവസമാണ് വീട്ടിൽ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പെട്ടിയും കൈ പിടിച്ചിങ്ങനെ വരുമ്പോൾ വീട്ടിലെ എല്ലാ ബന്ധുക്കളും കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചിരിച്ചിട്ടാണ് വന്നത്. നമ്മൾ ബന്ധുക്കളെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചിട്ടല്ലേ വരിക. അങ്ങനെ ഒരു ചിരിച്ച് വിഷ് ചെയ്തിട്ട് ഞാൻ വന്നത്. ഇത് ഭയങ്കര പ്രശ്നമായി. അമ്മ മരിക്കണവരെ പറയും അച്ഛൻ മരിച്ചിട്ട് ചിരിച്ചിട്ട് വന്ന മനുഷ്യനാണ് നീ എന്ന് പറഞ്ഞിട്ട് അമ്മ മരിക്കണവരെ അത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ അത്രയും ക്രൂരനായ ഒരാളാണെന്നുള്ള രീതിയിലാണ്. പിന്നെ അച്ഛൻ മരിക്കുമ്പോൾ ടൂറ് പോയി കയറുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇതുണ്ട്. പക്ഷേ അന്ന് ഞാൻ ജോലിക്ക് പോയതാണ്. അന്ന് പൈസയൊക്കെ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തായിരുന്നു അന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ. അച്ഛൻ മരിച്ചിട്ട് അറിഞ്ഞില്ല. അത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കാലം കൂടി നിന്നു. പിന്നെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. പിന്നെ ബോംബെയിൽ ഇവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഗുജറാത്തിൽ പിന്നെ സൂറത്തിൽ കുറച്ച് നാൾ നിന്നു. സൂറത്തിൽ നിൽക്കുമ്പോഴാണ് അമ്മ നിർബന്ധമായിട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. അപ്പം അമ്മേനാന്ന് എനിക്ക് അമ്മേനായിരുന്നു ഭയങ്കര കാര്യം. അമ്മ എന്ത് പറഞ്ഞാലും അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ
അമ്മ നിർബന്ധം പറഞ്ഞിട്ട് പറഞ്ഞു നീ കല്യാണം കഴിക്കണം അങ്ങനെയാണെന്ന് പറഞ്ഞു. ശരി കല്യാണം കഴിക്കാം അങ്ങനെ പറഞ്ഞ് ഒരു പെണ്ണ് കാണാൻ പോലും. അപ്പോൾ അവരൊക്കെ കൂടി ഓർപ്പിച്ച് തീരുമാനിച്ചിട്ടാണ് ഈ പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് അതിന് ഊരി പോരാനോ ഒഴിയാനോ ഉള്ളൊരു ഓപ്ഷനൊന്നും വെച്ച് കിട്ടിയില്ല. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിപ്പിക്കാൻ കാരണം വെച്ചാൽ ഞാൻ വഴിതെറ്റിപ്പോയി ചത്തു പോകണ്ടെന്നുള്ള കണ്ടീഷനായിരിക്കാം. പക്ഷെ അപ്പോഴേക്കൊക്കെ ഞാൻ നന്നായിക്കണു. ഞാൻ ഇതൊക്കെ നല്ല സ്വഭാവമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷമൊക്കെ ഞാൻ നല്ല കുട്ടിയായിരുന്നു. അങ്ങനെ പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞു. വീണ്ടും ഇവിടെയൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടി. ചേട്ടൻ്റെ അവിടെ. അപ്പോൾ ചേട്ടൻ അവിടെ വന്ന് ഒരു ടയർ കടയൊക്കെ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്താണ് ഒരു വിസ വരുന്നത്. വിസ വന്നപ്പോൾ അതിൽ വിസ നോക്കി. അപ്പോൾ ഓർഡിനറി ലേബറാണ്, അല്ലാണ്ട് എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ലല്ലോ, ജോലികളൊന്നും അറിയില്ല. അപ്പോൾ ഓർഡിനറി ലേബർ എന്ന് കണ്ടപ്പോൾ എനിക്ക് ലേബർ എന്താണെന്ന് അറിയാം. വെച്ചാൽ നമ്മൾ ബോംബെയിൽ കുറച്ച് ആൾ നിന്ന കാരണം ഈ ഗൾഫിലേക്ക് പോണ ആൾക്കാരൊക്കെ വന്നാൽ വൈകാൻ വരിക. അവരെയൊക്കെ കയറ്റി വിട്ടിട്ടും അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട് ഈ ലേബർക്ക് ഒരു ദുബായിൽ പോയ എന്താണ് പണിയെന്നും അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നൊക്കെ പോവാതെ തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഈ തിരിച്ചു വരുന്ന ആൾക്കാർ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കഷ്ടപ്പെട്ടവർ മാത്രമേ തിരിച്ചു വരുള്ളൂ. പൈസ ഉണ്ടാക്കിയവരാരും തിരിച്ചു വരില്ല. നമ്മൾ കയറ്റി വിടുമ്പോൾ എല്ലാവരും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ തിരിച്ച് പോകുമ്പോഴും ഞങ്ങൾ കണ്ടിട്ട് പോകും. പോകുമ്പോൾ കണ്ടിട്ട് പോണവർക്ക് വീണ്ടും സഹായം തന്നെയാണ് ആവശ്യം ഉണ്ടാവുക. ചില അവരവിടുന്ന് കഷ്ടപ്പെട്ടാണ് വരുന്നത്. സമ്പാദിച്ചിട്ട് നല്ല രീതിയിൽ വരുന്നവരാരും തിരിച്ചു വന്നിട്ടില്ല. വന്നിട്ടുണ്ട്, കുറച്ച് പേര് വന്നിട്ടുണ്ട്, സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരാരും നമ്മൾ തിരഞ്ഞു വരാറില്ല. അപ്പോൾ ഈ കഷ്ടപ്പാട് എന്താണ്, ലേബർ കഷ്ടപ്പാട് എന്താണെന്നും അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയണതുകൊണ്ട് ഞാൻ അപ്പോൾ വന്നപ്പോൾ അവനെ സഹദേവേട്ടൻ പറഞ്ഞു നീ പൊക്കടാ, ചേട്ടൻ വിസ അയച്ചിട്ടുള്ളല്ലേ എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ അന്ന് തെറ്റില്ലാത്ത പരിപാടി ഉണ്ട്. അന്ന് ഞാനൊരു കമ്പനിയിൽ മാനേജറായിട്ട് ഇരിക്കുകയാണ്. ഒരു കമ്പനിയിൽ തന്നെ മാനേജറായിട്ട് ഇരിക്കുമ്പോൾ നല്ല ശമ്പളമുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. അപ്പം എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ സേട്ടുമാർ 2 ചെറുപ്പം പിള്ളേരാണ്. പിന്നെ കാട്ടി ചെറുപ്പമാണ് അന്ന് അവർ പിള്ളേർ. അപ്പോൾ അവർ പറഞ്ഞു പോവല്ലേ, ഞങ്ങൾ ശമ്പളം കൂട്ടിത്തരാം, അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ വിസ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറേ നിർബന്ധിച്ചു അവർ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് പോകുമ്പോൾ അവർ പറഞ്ഞു നീ പൊക്കോ, കുഴപ്പമില്ല, എനിക്ക് എപ്പോഴാണ് തിരിച്ചു വരാൻ തോന്നുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിൻ്റെ സീറ്റ് ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അവർ വിട്ടത്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പോണതും. അങ്ങനെ വന്നിട്ട് ഇവരൊക്കെ കൂടി ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ പോയി. പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, പ്രഭാരേട്ടൻ. പുള്ളി അവിടെ സർവേറായിട്ടൊക്കെ ജോലി ചെയ്താണ് ദുബായിൽ. പുള്ളി ഞാൻ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സംഭവം പ്രഭാരേട്ട, അങ്ങനെ ലേബർ വിസയാണല്ലോ. അങ്ങനെ പുള്ളി കുറേ ചീത്ത കേട്ടോ, നിനക്ക് അവൻ ലേബർ വിസ എടുക്കുമോ, അവൻ അവിടെ ടയർ കട തുടങ്ങിയിട്ടുണ്ട്, അതിലേക്കാണ് തന്നെ കൊണ്ടുപോകുന്നത്, വിസ കിട്ടിയത് ലേബറേ ആയിരിക്കാം, പക്ഷെ അത് നോക്കണ്ട, നീ കയറി പൊക്കുന്നു. അപ്പോൾ വളരെ സന്തോഷമായി. ചേട്ടൻ്റെ ടയർ കടയിലേക്കല്ലേ പോകണം എന്നുള്ള സന്തോഷത്തിൽ ഞാൻ കയറി ചെന്നു. അവിടെ പോയി. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പോയി. ചേട്ടൻ ഭയങ്കര സ്വീകരണം, നല്ല രീതിയിൽ ചേട്ടനെ അവിടെ വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകും. പോയ വഴിക്കൊന്നും പണിക്കൊന്നും ഇറക്കിയില്ല. പാസ്പോർട്ട് കൊണ്ടുപോയി, മെഡിക്കൽ കഴിഞ്ഞ് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളതിനെ കമ്പനിയിലേക്ക് ഞങ്ങൾ പോകുന്നത്. എൻ്റെ കൂടെ എൻ്റെ വേറെ 2 ബന്ധുക്കളുണ്ടായിരുന്നു. അപ്പോൾ 3 ബന്ധുക്കൾ, 4 ആൾക്കാരെ ഞങ്ങൾ ഒന്നിച്ച് പോയത്. ഞങ്ങൾ 4 ആളെന്നെയും പുള്ളി വണ്ടിയിൽ ഇങ്ങനെ കൊണ്ട് കറക്കും, നല്ല ഭക്ഷണം മേടിച്ചു തരും, അങ്ങനെയൊക്കെ. ഞങ്ങൾ കൊള്ളാലോ, ഗൾഫ് കൊള്ളാലോ, അടിപൊളിയാണ്, സെറ്റപ്പാണെന്നുള്ള കണ്ടീഷനിൽ വളരെ സന്തോഷിച്ചിരുന്നു. അത് കഴിഞ്ഞ് കമ്പനിയിൽ പോയി. കമ്പനിയിൽ ഫസ്റ്റ് ദിവസം പോയി അന്ന് തന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏകദേശം ഒരു രൂപം കിട്ടി, ഇതിൻ്റെ സംഭവമാണ് നമ്മൾ വന്ന് പെട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇറങ്ങി. അപ്പോൾ അന്ന് ഈ ബോംബെയിൽ പുസ്തകം എന്താ എനിക്ക് ഹിന്ദി ഭാഷ അറിയാം. അവിടെ ഹിന്ദി മതി, അറബി ഒന്നും പറഞ്ഞില്ല, ഹിന്ദിയോട് നടക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാരനെയൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. ഓരോരുത്തരും വന്ന് ഒരു ക്യാമ്പിൽ ഇങ്ങനെ വട്ടം കൂടി. അതിൽ കുറേശ്ശെ ആൾക്കാർ ഓപ്പൺ പിക്കപ്പിൽ ഈ സാധനങ്ങൾ കയറ്റണ പിക്കപ്പിൽ കയറിയിട്ട് പോവാണ്. അന്ന് ദുബായിൽ ഓപ്പൺ പിക്കപ്പിൽ ആൾക്കാർക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ഇന്നത് പാടില്ല, ഇന്നങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. ഇങ്ങനെ പശുക്കളെ കയറണ മാതിരി, ഇങ്ങനെ ആടിനെ കയറണ മാതിരി കയറിയിട്ട് എല്ലാവരും അതിൽ ഷവലുണ്ടാവും, കമ്പ്യൂട്ടറുണ്ടാവും, അങ്ങനെ പണിയായുധം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി പോകുന്ന ആൾക്കാർ. അങ്ങനെ നമ്മൾ പുതിയ ആൾക്കാരല്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെയായിട്ട്. അപ്പം എന്നോട് പറഞ്ഞു
ഗംബൂട്ടും ഷവലും പോയി മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഗംബൂട്ട് എന്ന് പറഞ്ഞാൽ ചെളിയിൽ നിൽക്കുമ്പോഴുള്ള ഷൂ ആണ് അത്, ഗംബൂട്ട് ഷവലും. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് അവിടെ ഷോർട്ട് ഫോമിൽ അന്ന് പറഞ്ഞിരുന്നത്, അന്ന് മൊബൈലൊന്നും അങ്ങനെ പ്രചാരത്തിലായിട്ടില്ല, പേജറാണ് അന്ന് കൂടുതലും. പേജറും മൊബൈൽ എന്നാണ് പറഞ്ഞിരുന്നത്. ചില പേജർ ഗംബൂട്ടും മൊബൈൽ ഷവലും. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ കോമഡി ആയിട്ട് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ പേജറും മൊബൈലും മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അല്ല ഗംബൂട്ടും ഷവലും മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അത് പോയി മേടിച്ചു. അപ്പോൾ എനിക്ക് സംഗതി കത്തി, പണി കിട്ടി. ഇത് ലേബറായിട്ട് ഇവിടെ തന്നെയാണ്, ഫയലിംഗ് സൈറ്റിലാണ്. ഫയലിംഗ് ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ ഉള്ള ഫൗണ്ടേഷൻ കുത്തുന്ന പരിപാടിയാണ് ഫയലിംഗ്. അതിൽ പോയി. അപ്പോൾ ഞാൻ സൈറ്റിൽ പോയി കണ്ടുനോക്കുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അത് അന്ന് ഏകദേശം ഒരു 45-50 ഡിഗ്രി ചൂടുള്ള സമയത്താണ് ഞാൻ പോയത്. സൈറ്റിൽ ചെന്നു, വിശർത്ത് കുളിച്ച് നാശമായി. അങ്ങനെ ഫോർമാൻ വന്നു, പറഞ്ഞു ഇങ്ങനെ മലയാളി ഫോർമാന്മാരാണ് കൂടുതലും, മലയാളി പണിക്കാരാണ്, പിന്നെ കുറച്ച് ആന്ധ്രക്കാരും കുറച്ച് പാകിസ്ഥാനികളും, അതാണ് ഞങ്ങളുടെ കമ്പനിയിൽ ഉള്ള ആൾക്കാർ. സൈറ്റിൽ ചെന്നിറങ്ങി ഫോർമാൻ വന്നു. കുറച്ച് മലയാളികളും കുറച്ച് ആന്ധ്രക്കാരും കുറച്ച് പാകിസ്ഥാനികളും ഒക്കെ കൂടിയുള്ള ഒരു കമ്പനിയാണ്. ഈ സൈറ്റിൽ ഈ അറിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഫോർമാൻ മലയാളിയായിരുന്നു. മലയാളി ഫോർമാൻ ആണെങ്കിലും വന്ന് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, പേരൊക്കെ എഴുതി സെറ്റപ്പാക്കി. അങ്ങനെ നമ്മൾ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവല് തന്നിട്ട് പറഞ്ഞു അത് അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പൂട്ടി ചവിട്ടിയിട്ട് കിടന്ന് കണ്ടല്ലേ, നടാൻ തയ്യാറായിട്ട് ഇങ്ങനെ കണ്ടം പോലെയാണ് സൈറ്റ്. ഈ പൈലിങ്ങിന്റെ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ മുട്ടുകാരെ താഴും. ഈ ഗംബൂട്ട് വെച്ച് കഴിഞ്ഞാൽ ഗംബൂട്ടും താഴ്ന്നു പോയിട്ട് പിന്നെ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി ഗംബൂട്ട് പിടിച്ച് വയ്ക്കണം. അങ്ങനെ ഭയങ്കര കഷ്ടപ്പാട്. എനിക്കതിൽ ഇതുവരെ ചെളിയിലോ വെള്ളത്തിലോ മണ്ണിലോ ഒന്നും പണിയെടുത്ത് ശീലമില്ലാത്തൊരു ഇതിൽ കാരണം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. വയറുകല്ലിൻ്റെ പണിയും ആനയും പേരും തമ്മിൽ വ്യത്യാസമുണ്ട്. നല്ല ചൂടും. എനിക്കിത് പറ്റാത്ത കണ്ടീഷനായി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു പാകിസ്ഥാനി ചാച്ച ഇരുന്നിട്ട്, ഒരു വയസ്സായ തന്തപ്പടി ഇരുന്നിട്ട് ഈ പൈലിങ്ങിന്റെ വേസ്റ്റ് വെള്ളമൊക്കെ വന്ന കുഴി ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പാത്രം കൊണ്ട് മുക്കി ഇങ്ങനെ തേവുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വയസ്സായ ആളായപ്പോൾ പ്രായമുള്ള ആളല്ലോ, അയാളത്തെ പോയി ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി ഈ കമ്പനിയിൽ വന്നിട്ട് എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വന്നിട്ട് കുറേ കാലമായി. അത് കുറേ കാലം എത്രയാ, 5-8 കൊല്ലമായി എന്ന് പറഞ്ഞു. നിങ്ങൾ 5-8 കൊല്ലമായിട്ട് ഈ പണി തന്നെ ചെയ്യുന്നത്? ഈ പണി തന്നെ, അതിനെന്താ കുഴപ്പം? അവൻ പറഞ്ഞു, ഇങ്ങനെ ജോലി എന്തെങ്കിലും പഠിച്ചിട്ട് അവിടെ കുറേ മെഷീൻ റിഗ് അതൊക്കെ എടുക്കുന്നുണ്ടോ, അതിൻ്റെ അങ്ങനെയൊക്കെ കിട്ടില്ലേ, ജോലി കയറ്റമൊന്നും കിട്ടും, അങ്ങനെയൊന്നും കിട്ടില്ലേ, അണക്ക് വല്ല പ്രാന്തുണ്ടോ? ഞാൻ 8 കൊല്ലമായിട്ട് ഇത് ചെയ്യണം, പിന്നെ ഇനിയിപ്പോൾ നീ വന്നിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് രക്ഷയൊന്നുമില്ല, അപ്പോൾ ഇങ്ങനെയല്ല അവിടെ നിന്ന് പോകണം. അപ്പോൾ ഈ സൈറ്റിൽ പോയി കിടന്നുറങ്ങുക, അങ്ങനെ അലമ്പുണ്ടാക്കുന്ന ആൾക്കാരിനൊക്കെ കമ്പനി കയറ്റി വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു പകുതി പണിത ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ മുകളിൽ പോയിട്ട് ഫോർമാനോട് പറഞ്ഞു, ഞാൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കയറ്റി വിട്ടേച്ചിട്ട് ഞാനവിടെ പോയി കിടന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു, അയാൾ കംപ്ലൈൻ്റ് ഒന്നും ചെയ്തില്ല. അയാളൊരു ഇതായ കാരണം അയാൾ ഒന്നും പറഞ്ഞില്ല, പുതിയ ആളാണെന്ന് മനസ്സിലാക്കിയിട്ട്. അങ്ങനെ അവിടെ പല പ്രാവശ്യമായിട്ടും പ്രശ്നങ്ങളായി തുടങ്ങി. പിന്നെ എനിക്ക് പോകണം. ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട്, ഇവിടെ റൂമിൽ വന്നിട്ട് നേരെ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ചേട്ടനായിട്ട് ബഹളം മുട്ടി. ചേട്ടനോട് പറഞ്ഞു, എനിക്കിപ്പോൾ പോകണം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ കാര്യം ചെയ്തോ, അതിൽ 5000 ദിർഹംസ് വന്നിട്ട് പൊക്കോ, നിനക്ക് ഇതിനൊക്കെ 5000 ദിർഹംസ് ചിലവായിട്ടുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിടും, നീ പൊക്കോ എന്ന് പറഞ്ഞു. 5000 ദിർഹംസിൻ്റെ എവിടെ കിട്ടാനാ, എൻ്റെ 5 പൈസല്ലേ. അങ്ങനെ കുടുങ്ങി. അങ്ങനെ പുള്ളി എന്നിട്ട് ഞങ്ങളെ ബന്ധുക്കളൊക്കെ കുറേ ഉണ്ട്, അവരൊക്കെ വന്നിട്ട് എന്നോട് പറയണത്, നിനക്ക് നല്ല ചാൻസ് കിട്ടിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചാണ്. ഞാൻ പറഞ്ഞു, എന്തുട്ട് ചാൻസ്, എനിക്കിവിടെ അവിടെ കിട്ടുന്ന, അവിടെ ഫാൻ്റെ അടിയിലിരുന്നിട്ട് വെച്ചർക്കാണ്ട് കിട്ടണ പൈസയുടെ അതിൻ്റെ പകുതി കാശ് അവിടെ ഇത്രയും കഷ്ടപ്പെട്ട കിട്ടുള്ളൂ, ഇനി എന്ത് ചാൻസ് നിങ്ങൾ പറയണം. എനിക്ക് അന്ന് 700 ദിർഹംസാണ് ശമ്പളം, 700 ദിർഹംസ് ശമ്പളം. എനിക്ക് ഇവിടെ അതിൻ്റെ ഇരട്ടി ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. പിന്നെ അവർ ഇത് നിന്നെ ആരും അങ്ങനെ ചെയ്യില്ല, സഹായിക്കില്ല, മറ്റാണ് മറിച്ചാന്ന് പറഞ്ഞിട്ട് ഭയങ്കര എല്ലാവരും കൂടിയിട്ട് ഷൗട്ട് ചെയ്യും. എനിക്ക് തോന്നി ഇപ്പം എന്തായാലും നിൽക്കുക തന്നെ, ഒന്നാൾ 5000 ദിർഹംസ് അല്ലെങ്കിൽ 6 മാസം നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 6 മാസം നിൽക്കുക തന്നെയാണ്, വേറെ നിവൃത്തിയില്ല. അപ്പോൾ 6 മാസം നിൽക്കാമെന്ന് കരുതിയിട്ട് ഞാനവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, അത് ശീലമായി. എനിക്കത് ശീലമാവാൻ ഒരു വാശിയും കൂടി വന്നു, എനിക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള രീതിയിലായി. അപ്പോൾ അങ്ങനെ അവിടെ ആവാൻ പറ്റുന്നത് ആകെ അവിടുത്തെ മെഷീൻ ഓപ്പറേറ്റിംഗ് പഠിക്കാന്ന് മാത്രം. അത് മാത്രമാണ് കുറച്ച് സുഖമുള്ള പണി, പിന്നെയൊക്കെ കഷ്ടപ്പെട്ട പണിയാണ്. അങ്ങനെ ഞാൻ അതിനു വേണ്ടി ശ്രമം നടത്തി.
ഒന്നുമില്ല, കാലത്ത് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചായക്കടയിലേക്കും ഇതിനൊക്കെ പോവും, ചായ കുടിക്കുക, ഒരു പെട്ടിക്കടയിലൊക്കെ പോണ പരിപാടി ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും, നേരെ ഓടി വന്നിട്ട് ഏതെങ്കിലും മെഷീനെല്ലാം കയറും. മെഷീന്റെ ചാവി ഇതൊക്കെ അങ്ങനെ പഴയ മെഷീനുകളാണ്, ചില അങ്ങനെ മാനുവൽ ട്രെയിനും അതൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടാക്കുക. അപ്പം അതിൽ പോയി ചാവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഓയിലും വെള്ളമൊക്കെ ചെക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ആൾക്കാർ, അതിൻ്റെ ഓപ്പറേറ്ററും ഫോർമാനും ഇവരൊക്കെ വന്ന് ചീത്ത പറയും. സ്വാഭാവികം, അവർ ചീത്ത പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്യണത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇറങ്ങിപ്പോരും. പിറ്റേ ദിവസം ഞാൻ അതന്നെ ചെയ്യും. എനിക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല. കുറെ കഴിയുമ്പോൾ അവർ ചിലപ്പോൾ പ്രശ്നമായി കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സൈറ്റ് മാറ്റും. വേറെ സൈറ്റിൽ പോയാലും ഈ മെഷീനുകളൊക്കെ അവിടെ ഉണ്ടാവും, വേറെ മെഷീൻ. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വർക്കിംഗ് പഠിച്ചു, ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു നോക്കുമ്പോൾ അപ്പോഴേക്കും ഇത് മെഷീനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും, പിന്നെ അതേമാതിരി ഇത് മെഷീൻ കേടാവുമ്പോൾ മെക്കാനിക്കുകൾ വരുമ്പോൾ സൈറ്റൊക്കെ ബന്ധാവും. അപ്പോൾ എല്ലാവർക്കും റെസ്റ്റുള്ള സമയമാണ്. മെക്കാനിക്കിൻ്റെ പണി ഉണ്ടാകുമ്പോൾ നമുക്കൊക്കെ റെസ്റ്റ്. അപ്പോൾ ഞാൻ മെക്കാനിക്കുകൾ വരുമ്പോൾ അവരുടെ കൂടെ കൂടും. അപ്പോൾ അവർ കഷ്ടപ്പാടുള്ള ചിലതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് അയക്കണം. മേലെ ഗ്രീസും ചെളിയൊക്കെ ആവണ സാധനമൊക്കെ വരുമ്പോൾ നമ്മളോട് പറയാതെ അയച്ചു തരുമെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവരായിട്ട് കമ്പനിയായിട്ട് അവരെ കൂടെ കൂടിയിട്ട് അത് അയക്കാനും പിടിക്കാനൊക്കെ നിന്നിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഒരു മെഷീൻ്റെ ഒരു പാർട്സ് ചിലപ്പോൾ കേടാവണമെങ്കിൽ 30-40 കൊല്ലത്തിലൊക്കെ ചിലപ്പോൾ ചില പാർട്സുകൾ കേടാവുക. അത് ആ സമയത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇന്ന സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്, ഇന്ന സ്ഥലത്ത് ഇന്ന പാർട്സാണ് കേടായെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ വന്നാൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന കാരണം ഞാൻ അതും പഠിച്ചു, അങ്ങനെ ചെയ്തു. ഇതൊക്കെ ആയിട്ടും നമുക്ക് അപ്പോഴും നമ്മൾ ലേബർ തന്നെയാണ്. 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ പുതുക്കുന്ന സമയമായി. വിസ പുതുക്കുന്ന സമയമായപ്പോൾ ഞാൻ മെല്ലെ കമ്പനീനെ അറിയിച്ചു, എനിക്ക് ഇനി ലേബർ വിസ അടിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഒന്നോലെ നിങ്ങൾ എന്നെ പറഞ്ഞയക്കുക, അല്ലെങ്കിൽ ഇവിടെ മെക്കാനിക്ക് അല്പമെങ്കിലും ആയിട്ട് അടിക്കുക. ചില മെക്കാനിക്ക് അന്ന് നാട്ടിൽ നിന്ന് മെക്കാനിക്കുകളൊക്കെ വരുന്നത് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അവർ വന്നിട്ട് നമ്മളെ മെഷീനിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളാണ് സാധനം കാണിച്ചു കൊടുക്കുക, ഇന്ന മാതിരിയാണ് ചെയ്യുക, ഇന്ന മാതിരിയാണ് അഴിക്കുക എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് അന്നൊരു അറിവായിട്ടുണ്ടായിരുന്നു അതൊരു കാര്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, മെക്കാനിക്കാക്കി നിർത്തേണ്ട ഹെൽപ്പറായ വിസയിൽ അടിച്ചാൽ മതി, പക്ഷേ ലേബർ വിസ അടിക്കരുത്, ഈ കമ്പ്യൂട്ടർ ഇടാൻ എനിക്ക് ഇനി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്തെന്ന് ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചു. ഒന്നുമല്ല, എനിക്ക് ആ താല്പര്യമില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഓപ്പറേറ്ററെ വേക്കൻസി ഉണ്ട്, നീ ഓപ്പറേറ്റ് ചെയ്യാൻ കൂട്ടി. ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു മെഷീനിലേക്ക് ആദ്യമായിട്ട് ഓപ്പറേറ്ററായിട്ട് തന്നെ അവിടെ വെച്ചു. ഞാനത് ഗംഭീരമായിട്ട് ചെയ്യാനും സാധിച്ചു. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഓപ്പറേറ്റർമാരെ പോലെ തന്നെ ചെയ്യാനും പറ്റി. അങ്ങനെ അവിടുന്ന് ഞാൻ പടിപടിയായിട്ട് മുന്നേറി. പിന്നെ അവിടെ കമ്പനിയിൽ ഒരു പുതിയ റിഗ് വന്നു, ജർമ്മനിയുടെ BG, നല്ലൊരു ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മെഷീനാണ് വന്നത്. അപ്പോൾ അത് വന്ന സമയത്ത് അതിലേക്ക് ഓപ്പറേറ്റർമാരെ വേണം. അങ്ങനെ നമ്മളെ കമ്പനിയുടെ മെയിൻ ആള് ചോദിച്ചെന്നോട്. അപ്പോൾ ഞാനവിടെ പുതിയ ഓപ്പറേറ്ററാണെങ്കിലും നല്ല രീതിയിൽ പേരെടുത്ത് വന്നു, പണിയൊക്കെ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനവിടെ പ്രശ്നക്കാരൻ, എന്നും ഓഫീസിലിൻ്റെ കംപ്ലൈൻറ്റ് ചെല്ലാറുണ്ട്, സൈറ്റിൽ അടിപിടി ഉണ്ടാക്കാറുണ്ട് എന്നും. ഒന്നാലെ ഫോർമാനെ തല്ലും, അല്ലെങ്കിൽ ആരെയിലായിട്ട് വഴക്കുണ്ടാക്കും. അപ്പം അങ്ങനെയായിട്ട് ഓഫീസിലിൻ്റെ നല്ല പരിചയമാണ് ഈ ആളെന്നെ. അതൊരു ഗുണമാണ്, അതൊക്കെ നെഗറ്റീവ് ആണെങ്കിലും നല്ല ഇതിൽ. അപ്പോൾ ഇന്ന സൈറ്റിൽ കണ്ടപ്പോൾ എന്നെ കണ്ട വയ്ക്ക് തന്നെ ഇയാൾ ചോദിച്ചു, ഞാനിപ്പോൾ റിഗ് ഓടിക്കുകയാണ്, ജോസ് എന്നാണ് ആളെ പേര്, ഞങ്ങളെ മെയിൻ മാനേജർ. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഓപ്പറേറ്റർ ആയോ? ആ സാറേ, ഞാൻ ഓപ്പറേറ്റർ ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരു ചിരിയിരിച്ച് എന്നിട്ട് എന്നോട് ചോദിച്ചു, തനിക്ക് കമ്പ്യൂട്ടറൊക്കെ നോക്കാൻ അറിയാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് കത്തി, ഇതിൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് BGയിലേക്കുള്ള ഇതിനാണ് ചോദിക്കുന്നത് മനസ്സിലായി. അപ്പം ഞാൻ എടുത്തേക്ക് തന്നെ നുണയാണ് പറഞ്ഞത്. ആ സാറേ, എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞാൻ കമ്പ്യൂട്ടർ അന്ന് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ സാറേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ശരി, ഒരു BG വിഷയം വരുന്നുണ്ട്, നിനക്ക് അതിൽ ട്രെയിനിങ് തരണ്ടെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായി. അപ്പോൾ വേറൊരു പുതിയ മിഷൻ കൂടി വരുന്നുണ്ട്, അതിലേക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് തരാമെന്നൊക്കെ പറഞ്ഞ് വെച്ചില്ല. അപ്പോൾ സന്തോഷമായി. അപ്പോൾ ഞാൻ പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. എന്തോ കുറേ കാലം കഴിഞ്ഞിട്ട് മിഷ്യൻ വന്നു. ആ മിഷ്യൻ്റെ ഓപ്പറേറ്ററുടെ പേര് എൻ്റെ ആണെങ്കിലും കൂടിയിട്ട് അതിലേക്ക് കയറ്റിയില്ല. ആ മിഷ്യൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നടക്കും, അവിടെ നടന്നു, മിഷ്യൻ്റെ ഉള്ളിൽ കയറ്റില്ല. അതിന് കാരണങ്ങളുണ്ട്. അവിടെ എൻ്റെ ചേട്ടൻ അവിടുത്തെ എല്ലാം വലിയൊരു ആളായിരുന്നു.
എല്ലാവരും തെറി വിളിക്കും. ഈ പറഞ്ഞ ഈ ജോസിനെ പോലും തെറി വിളിക്കും. ചില മുതലാളിയുടെ അടുത്ത ആളായിരുന്നു പുള്ളി. അപ്പോൾ അദ്ദേഹത്തിനുള്ള ദേഷ്യം എന്നോടാണ് ആൾക്കാർ കാണിച്ചിരുന്നത്. അതാണ് എനിക്ക് കൂടുതൽ സൈറ്റിൽ അടി ഉണ്ടാക്കേണ്ടി വരുന്നതും പ്രശ്നം ഉണ്ടാക്കേണ്ടി വന്നതെന്നൊക്കെ. ഞാൻ എങ്ങനെയും തല്ലുണ്ടാക്കിയിട്ടായാലും പോകണം എന്നുള്ള കണ്ടീഷനിൽ ഞാൻ നിന്നായിരുന്നു. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ വലിയ ആളാവണ്ട എന്നുള്ള രീതിയിൽ അവരെ ആൾക്കാർ തടഞ്ഞു നിർത്തിയതാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇന്ന ഒരു കയറ്റേണ്ടി വന്നു. ഞാനത് കോഴ്സ് ചെയ്തിട്ട് തന്നെ കയറി. അങ്ങനെ പിന്നെ ഞാൻ BG മിഷ്യൻ്റെ ഓപ്പറേറ്ററായി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പടിപടിയായിട്ട് എനിക്ക് ശമ്പളം കൂടി. ഇത് ശമ്പളമൊക്കെ കൂടി വന്ന് നോക്കുമ്പോൾ ഞാൻ അവിടെ പണി പഠിച്ച എൻ്റെ ആശാന്മാരെക്കാട്ടി ഇരട്ടി ശമ്പളമായി അവിടെ എനിക്ക്. എന്നിട്ടും എനിക്ക് ശമ്പളം പോരാ എന്നുള്ള തോന്നൽ വെച്ചിട്ട് ഞാൻ ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ലെറ്റർ കൊടുത്തു. അപ്പോൾ അന്ന് ദുബായ് മാളിൻ്റെ പണി നടക്കുകയാണ്. ദുബായ് മാൾ അന്ന് കാണാം. ദുബായ് മാൾ പണി നടക്കുന്ന സമയത്ത് അവിടെ തന്നെയായിരുന്നു ഹെഡ് ഓഫീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും വലിയ പ്രോജക്റ്റ് ആയ കാരണം ഹെഡ് ഓഫീസും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ എനിക്ക് അപേക്ഷ കൊടുക്കാനൊക്കെ സൗകര്യം കാരണം അപ്പോൾ ഒരു പാകിസ്ഥാനി എഞ്ചിനീയറാണ് അതിൻ്റെ ഞങ്ങളെ പ്രൊജക്റ്റ് മാനേജറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൾക്ക് തന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഞാൻ അങ്ങനെ പറഞ്ഞു, സാറേ ഇങ്ങനെ എനിക്ക് ശമ്പളം ഇതുള്ളൂ, ശമ്പളം കൊണ്ട്. അപ്പോൾ ആൾ അതിശയിച്ച് പോയി, നിങ്ങൾക്ക് ഇത്ര ശമ്പളമുള്ളോ? അതെ, ഒരു കാര്യം ചെയ്യും, ഈ ലെറ്റർ ഞാനൊരു റെക്കമെൻഡ് ലെറ്റർ എഴുതി തരാം, നീ അത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം റെക്കമെൻഡ് ലെറ്റർ എഴുതി അത് നേരെ ഞാൻ കൊണ്ടുകൊടുത്തപ്പോൾ അതേപോലെ റിട്ടേൺ വന്നത്. റിട്ടേൺ ഈ ആൾക്ക് തന്നെ അതിന് മറുപടി കൊടുത്തത് ഈ പ്രൊജക്റ്റ് മാനേജർക്ക്, ഈ കുറിച്ചുകാർ ദുബായ് മാളിൻ്റെ പ്രൊജക്റ്റ് മാനേജറായ ഈ പാകിസ്ഥാനി എഞ്ചിനീയർക്ക് പ്രോജക്റ്റ് റിട്ടേൺ കൊടുത്തിട്ട് അവർ പറഞ്ഞു, അവൻ അവിടെ ലേബറായിട്ട് വന്നതാണ്. അവൻ ലേബറായിട്ട് വരുമ്പോൾ ഉള്ള ഓപ്പറേറ്റർമാർക്ക് ഇപ്പോഴും അന്ന് അവർക്ക് 1200 രൂപ ശമ്പളമുള്ളൂ. 1200 രൂപ ശമ്പളമുള്ളൂ, ഇവന് 1700 രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് എൻ്റെ കുറ്റമല്ല, ചില അവർക്ക് ശമ്പളം 1200 കൊടുക്കണോണ്ടോ കൂടുതൽ കൊടുത്തോ കുറച്ച് കൊടുത്തോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ശമ്പളം പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത്ര ശമ്പളം ആയതുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ ശമ്പളം അല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് ഇനി ശമ്പളം കൂട്ടണം, ഈ ശമ്പളത്തിന് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ നിവൃത്തിയില്ല, വെച്ചാൽ ഇവരൊക്കെ ഇത്രയും സീനിയറായ ആൾക്കാർക്ക് ഇത്ര ശമ്പളമുള്ളൂ, അതുകൊണ്ട് താങ്കൾക്ക് തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു രക്ഷയില്ല. അപ്പോൾ ഇനി പിന്നെ രക്ഷയൊന്നുമില്ല, പണിയെടുക്കുക തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ കമ്പനി ഒരു മാറ്റ് മെഷീൻ കൊണ്ടുവരുന്നത്. മാറ്റ് കമ്പനിയുടെ ചില അവർ പുതിയ മെഷീൻ ഇറക്കിയതാണ് റിക്കുകൾ. അപ്പോൾ ഞങ്ങൾ കമ്പനിക്ക് കുറച്ച് മെഷീൻ ഇറക്കി. അപ്പോൾ ഈ ജോസ് സാറിൻ്റെ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, മെഷീൻ നിങ്ങൾ ഇട്ടോളെ, അത് കൊടുന്നിട്ട് കഴിഞ്ഞാൽ പൈസയൊന്നും തരില്ല, നിങ്ങൾ പരസ്യത്തിന് വേണമെങ്കിൽ ഇടാം, വാടക പോലെ എടുക്കാം, മെഷീൻ ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ തിരിച്ചു തരും, അപ്പോൾ അതുവരെ ഉപയോഗിച്ചതിൻ്റെ വാടക കിട്ടുള്ളൂ, അല്ലെ വാടക തന്നിട്ട് മെഷീൻ്റെ അത്ര പൈസ ആവുകയാണെങ്കിൽ മെഷീൻ ഞങ്ങൾ സ്വന്തമാകും. അങ്ങനെ ഒരു അഗ്രിമെൻറ്റിലാണ് പുള്ളി ഇത് മെഷീൻ വെച്ചേക്കുന്നത്. അപ്പോൾ അവർ സമ്മതിച്ചു. മാറ്റ് കമ്പനി വെച്ചാൽ അവർ പുതിയ കമ്പനിയാണ്. അവർക്ക് ഞങ്ങളുടെ കമ്പനി മിഡിൽ ഈസ്റ്റ് ഫൗണ്ടേഷൻ തന്നെ വലിയൊരു കമ്പനിയാണ്, UAE വലിയൊരു കമ്പനിയാണ് അത്. അപ്പോൾ അതിലൊരു മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവർ മിഷൻ ആ അഗ്രിമെൻറ്റ് പ്രകാരം വെച്ചു. അതിൻ്റെ എഞ്ചിനീയർമാരും അതിൻ്റെ മെക്കാനിക്കുകളൊക്കെ അവർ തന്നെ വന്നിട്ട് ചെയ്യുന്നത്. എല്ലാ വർക്കിനും അവരാൾക്കാരുണ്ട്. അങ്ങനെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മെഷീനിലേക്ക് എനിക്കൊരു ഇത് കിട്ടി. അതിൽ ചില ഞാൻ BG മെഷീൻ ഓടിച്ചിരുന്നതാണ്. പക്ഷേ ആ മെഷീൻ്റെ ഒരു പെർഫോമൻസ് കുറവാണെന്നും പറഞ്ഞിട്ട് അതിൻ്റെ എഞ്ചിനീയറോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഓപ്പറേറ്റർ കംപ്ലൈൻ്റ് ആണ്, നല്ല ഓപ്പറേറ്റർമാരില്ലാത്ത കാരണമാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പനി പറഞ്ഞു, എന്നാൽ നമുക്ക് വേറെ ഓപ്പറേറ്റർ തരാം, എന്നായിരിക്കും കിട്ടും. ഞാൻ അതിൽ പോയി. ഞാൻ ചെന്നു നോക്കുമ്പോൾ അതിൽ മറ്റേ മെഷീൻ്റെ അതേ രീതിയിൽ ഞാൻ അവർക്ക് പെർഫോമൻസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ആ മെഷീൻ വെച്ചിട്ട് ഈ വില കൂടിയ BG മെഷീൻ, പവറിൻ്റെ മെഷീൻ്റെ അതേ പെർഫോമൻസ്, അതേ പ്രൊജക്റ്റ്, അത് അത്രയും പ്രൊഡക്ഷൻ വെച്ചാൽ അതുകൊണ്ട് 3 വയൽ അടിക്കണ്ടെങ്കിൽ ഞാനിതുകൊണ്ട് ചിലപ്പോൾ 3 വയലും 4 വയലും അടിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആ എഞ്ചിനീയർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ മെഷീനിൽ പിന്നെ കുറേ കാലം ഞാൻ വർക്ക് ചെയ്തു. അതിലിടയ്ക്ക് ആ മെഷീന് ബ്രേക്ക് ഡൗണുകൾ ഉണ്ടാവും. ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവർ ചിലത് പരിഹരിക്കും, ചില സമയത്ത് അവർക്ക് പരിഹരിക്കാൻ പറ്റാണ്ട് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ മെഷീനൊക്കെ ഡേ നൈറ്റ് ഓടും. എല്ലാ 2 ഷിഫ്റ്റ് 2 ഓപ്പറേറ്റർമാരുണ്ടാവും. ഒരു ദിവസം ഇതിൽ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി വരുന്ന സമയത്താണ് ഈ മെഷീൻ കേടാവുന്നത്. കേടാവെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ടാവും, വർക്ക് ചെയ്യും, ലോഡ് കൊടുക്കുമ്പോൾ സ്ലോ ആവും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം തന്നെ. അങ്ങനെയായിട്ട് കുറേ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ
ഒരു പറഞ്ഞാൽ അതിൻ്റെ AC കാരനാണ് മറ്റതാണ് പറഞ്ഞത്. AC ഇതായിട്ട് ബന്ധമൊന്നും ഇല്ലാത്തതാണ്. അതിൻ്റെ ACയുടെ കണ്ടൻസർ മാറ്റി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു ചൂടായപ്പോൾ, കുറച്ചും കൂടി വലുത് മാറ്റി. അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. നോക്കുമ്പോൾ അതൊന്നല്ല. അപ്പം ഇതിൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്, സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഫ്യൂല് എടുക്കുന്നത് കുറവാണ് കാണിക്കുന്നത്. അത് റേസ് കൊടുക്കുമ്പോൾ ഫ്യൂല് ഡൗൺ ആയി വന്നിട്ട് നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഫിൽറ്ററിൽ എവിടെയെങ്കിലും ജാമാവുക, എന്തെങ്കിലും ഡീസൽ കാരന് കുറവാകുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സർവീസ് ചെയ്തു, ഇപ്പോൾ തന്നെ സർവീസ് ചെയ്യുന്നു, കാലത്ത് സർവീസ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ അന്ന് അവിടെ കിടന്നുറങ്ങി. ലാസ്റ്റ് പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ആലോചിച്ച് കിടന്നിട്ട് ഉറക്കത്തിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ കാണിച്ചു തരുന്ന പോലത്തെ ഒരു സ്വപ്നം കാണുന്ന പോലത്തെ പരിപാടിയുണ്ട്. അങ്ങനത്തെ ഇതിൽ എനിക്കിങ്ങനെ തോന്നി ഇതിൻ്റെ ഫ്യൂവിൽ തന്നെയാണ് ബന്ധമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് ഈ എഞ്ചിനീയറോട് പറഞ്ഞു അതിൻ്റെ ഫ്യൂവിൽ തന്നെയാണ് ബന്ധമായിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഫിൽറ്റർ ചെക്ക് ചെയ്തു, പൈപ്പ് അയച്ചു നോക്കി, ഒക്കെ ചെയ്തു തന്നു. അവർ പറഞ്ഞു എല്ലാം ചെയ്തു, ഫ്യൂവിലിന് കുഴപ്പമൊന്നുമില്ല, എന്താ സംഭവം എന്ന് അറിയണില്ല. അപ്പോൾ ഈ കമ്പനിയുടെ എഞ്ചിനീയർമാരാണ്, ഈ മെഷീൻ ഉണ്ടാക്കി വിടുന്ന കമ്പനിയുടെ എഞ്ചിനീയർമാരാണ് ഈ പറയണത്. നമ്മളാണെന്ന് വെച്ചാൽ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, മെക്കാനിക്കലും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നിച്ച കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം. ഇയാൾ പറഞ്ഞു സർവീസ് വണ്ടി വിളിക്കുകയും എന്നിട്ട് എയർ കംപ്രസറുണ്ട്, ഫ്യൂവലിൻ്റെ ടാങ്ക് എന്നുള്ള കണക്ഷൻ അയച്ചിട്ട് ഈ ഇപ്പുറത്തെ ഫിൽറ്ററിൻ്റെ അവിടെ നിന്ന് കണക്ഷൻ അയച്ചിട്ട് ടാങ്ക് കൂടെ എയർ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ് ചെയ്തു നോക്കുമ്പോൾ അതിൽ ഒരു റബ്ബറിൻ്റെ കഷ്ണം കുടുങ്ങിയെടുക്കുക. പൊട്ടത്തോക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പറഞ്ഞ മാതിരി റബ്ബറിൻ്റെ ട്യൂബ് കഷ്ണം വെച്ചാൽ ഡീസൽ അടിക്കുന്ന പൈപ്പ് റബ്ബറിൻ്റെ പൈപ്പാണ്, വലിയ പൈപ്പാണ്, മോട്ടോർ വെച്ചിട്ടാണ് അടിക്കുക ഡീസൽ. വെച്ചാൽ ഇത് വലിയ ടാങ്കാണ്, 700 ലിറ്ററിൻ്റെ ടാങ്കാണ് ഈ മെഷീൻ്റെ. അപ്പോൾ 700 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ കൈ കൊണ്ടൊന്നും അടിക്കാം. അപ്പോൾ മെഷീൻ വെച്ചിട്ട് ഡീസൽ വണ്ടി വന്നിട്ട് അതിൽ അടിക്കുമ്പോൾ ആ റബ്ബറിൻ്റെ പൈപ്പ് അതിൽ കുടുങ്ങിയിട്ട് എങ്ങനെയോ ഈ ടാങ്കിൽ കൂടെ ഇതിൻ്റെ പൈപ്പിൽ കുടുങ്ങിയുള്ള സംഭവം അത് തെറിച്ച് വന്നു. മെഷീൻ കംപ്ലീറ്റ് ഇത് ശരിയായി. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇതായി, എന്നോട് ഭയങ്കര ഒരു ഇതൊക്കെ തോന്നി, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ശമ്പളമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങളെ കമ്പനിയിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, ഇത്രേ പണിയുള്ളൂ. ഇവിടെ പുതിയ മെഷീനൊക്കെ പോകുമ്പോൾ അത് അസംബിൾ ചെയ്ത് കൊടുക്കുക, പിന്നെ ഓപ്പറേറ്റർമാർക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ അവിടെ എല്ലാ ഇതും തരും, ഇപ്പോൾ ഇവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടി ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അപ്പോൾ തന്നെ ക്യാൻസൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ധൈര്യമായി, ഒരു പണിയായില്ലോ. ഞാൻ റിസൈൻ കൊടുത്തിട്ട് ഇരിക്കുന്ന നേരത്താണ് റാസക്കയമേലെ ഒരു കമ്പനിയിൽ ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കാണണം, റിഗ് ഓപ്പറേറ്റർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ മറ്റേ പണി ഉണ്ട്, അപ്പോൾ അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അപ്പുറത്തെ തലയ്ക്ക് എടുത്തത് ഒരു മലയാളി തന്നെയാണ്. മലയാളി എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ബയോഡാറ്റയും ഇതൊക്കെ അയക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനത്തെ ഒന്നും ബയോഡാറ്റയും കാര്യങ്ങളൊന്നും ഇല്ല സത്യത്തിൽ, പിന്നെ ഫേക്കായിട്ട് ഉണ്ടാക്കണം, ഞാൻ ഇവിടെ ലേബറായിട്ട് വന്നുള്ളതല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ബയോഡാറ്റയും ഒന്നുമില്ല, ഞാനുണ്ട്, എൻ്റെ കയ്യിൽ പണിയുണ്ട്, ഞാൻ വന്നിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ വെക്കണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഷോക്കായി. ഇദ്ദേഹം നേരെ മുതലാളിയോട് പറഞ്ഞു. അപ്പം മുതലാളി അറബിയാണ്, പക്ഷെ അദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ അറിയാം. റഷീദ് അൽനമീമി നട്ട് അൽനമീമി അവിടുത്തെ രാജകുടുംബത്തിൻ്റെ ഇതൊക്കെയാണ്, റാസക്കയമേലെ വലിയ കമ്പനി അവരെ. അപ്പം അദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആണെന്ന് മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇയാൾ ഫോൺ കൊടുത്തു, പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആളോടും ഞാൻ അതന്നെ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് നോക്കാം, അപ്പോൾ വരാൻ പറഞ്ഞു എന്നോട്. അയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി എൻ്റെ വർത്താനം. ചില ഒരു ആളും ഒരു മുതലാളിയോടാണെങ്കിലും മാനേജറോടായാലും ആ ബയോഡാറ്റ അയക്കാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടില്ല അവരോട്. ഞാനുണ്ട്, ഞാൻ എൻ്റെ പണിയുണ്ട്, കണിയെ വന്നാൽ ഞാൻ കാണിച്ചു തന്നാലേ വെച്ചാലെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർക്കത് ഇൻട്രസ്റ്റിംഗ് ആയി. വന്ന് എന്നോട് ചോദിച്ചു എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് തന്നെ പറഞ്ഞു. ഇത്ര കാലം ഞാൻ ലേബറായിട്ട് പണിയെടുത്തു, ഇത്ര കാലം ഓപ്പറേറ്ററായിട്ട് പണിയെടുത്തു, അങ്ങനെ എന്ത് പറഞ്ഞു. അപ്പോൾ എന്നോട് എത്ര ശമ്പളം വേണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടിയല്ലേ പറയാൻ പറ്റുള്ളൂ, അതിലും കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഞാൻ ഇരട്ടി ശമ്പളം പറഞ്ഞു. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു പിന്നെ എന്തൊക്കെ വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കളിയാക്കിയമാരിക്ക് തോന്നി, ഒരു അങ്ങനെയാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു കളിയാക്കാതല്ലാതെ പിന്നെ പറയുക പിന്നെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയില്ലോ ദൈവം എന്നുള്ള
കണ്ടീഷനിലായി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഈ ശമ്പളം മതി, നിങ്ങൾക്ക് പണി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഇത്രയും കൂടി കൂട്ടിത്തരണം, പിന്നെ എനിക്ക് ഓവർ ടൈം റൂം അതിലൊക്കെ എടുക്കണം, അത് മതിയാ? അത് മതി, ഓക്കെ. അപ്പോൾ ഇനി എന്നാ വരിക എന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയിട്ടേ വരാൻ പറ്റുള്ളൂ, ഈ കമ്പനിയിൽ നിന്ന് പോയിട്ടേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെന്നു. ഈ കമ്പനിയിൽ നിന്ന് ക്യാൻസലായി വീട്ടിലെത്തി. അപ്പം തന്നെ ഞാൻ അതിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതൊക്കെ അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഉണ്ട് വിളിക്കുന്നത്, വിസ റെഡി ആയിട്ട് നീ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട്. ഞാൻ വന്നാൽ പറ്റില്ല, 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇങ്ങനെയാണ്, നാട്ടിൽ വന്ന് 1 മാസം നിൽക്കണ്ടേ. അങ്ങനെ 1 മാസം കഴിഞ്ഞ് അവിടെ പോയിട്ടും ഇതേമാതിരി അവർ പറഞ്ഞ ശമ്പളമൊക്കെ തന്നു. നല്ല കാര്യങ്ങളായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മളെ പണിക്ക് ഇത്ര ഡിമാൻഡ് ഉണ്ടെന്നും ഈ ശമ്പളം കിട്ടുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പനിയിൽ തന്നെ പോയിട്ട് ഈ അടഞ്ഞു നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ വേറെ വഴി തിരഞ്ഞുകൊണ്ടിരിക്കണം. ചില ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോണത് വെറുതെ സമയം പാഴാക്കാനല്ല, പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണിക്ക് ശമ്പളം കിട്ടണം. അത് എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കണം. വേറൊരു സ്ഥലത്ത് പണി റെഡിയാക്കിയിട്ടാണ് ഇപ്പുറത്ത് ക്യാൻസൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല ശമ്പളം കൂടുതൽ കിട്ടിയ കാരണം ഞാൻ മറ്റേ കമ്പനിക്ക് പോയില്ല, മേറ്റൻ്റെ കമ്പനിക്ക് ഞാൻ പോയില്ല. ഇവിടെ ക്ലാസിക് കമ്പനിയിൽ പോയി. അവിടെ പോയിട്ട് കുറച്ച് കാലം നിന്നു. കുറച്ച് കാലം നിന്നിട്ട് ഞാനിപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. അവിടെ ഇന്നെ ദൈവം തുണച്ച കുറേ കാര്യങ്ങൾ വെച്ചാൽ ഞാൻ ചെന്നിട്ട് പെടുന്ന എല്ലാ കാര്യത്തിനും അവിടുത്തെ എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ എനിക്ക് ദൈവം കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പല കാര്യത്തിലും ബക്കറ്റ് കുടുങ്ങിയിട്ടാണെങ്കിലും കെല്ലി വസായിച്ചിട്ടാണെങ്കിലും ഒക്കെ എന്തോ അത്ഭുതകരമായിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മെഷീൻ കേടായാലും ഒക്കെ എന്നെ വിളിച്ചിട്ട് അതിൻ്റെ അത് നമുക്ക് അറിഞ്ഞിട്ടല്ല, നമ്മൾ ചെന്ന് ചെയ്യണത് അത് ശരിയായിട്ട് ഒരു ദൈവാനുഗ്രഹം പോലെ ചെയ്ത കാരണമുണ്ട്. അടുത്ത മുതലാളിക്കും ഇവർക്കൊക്കെ വലിയ കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരിയുള്ള എല്ലാ സൗകര്യവും എനിക്ക് തന്നിട്ട് അവർ വെച്ചു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയ നാട്ടിൽ ഫാമിലിയിൽ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് വരെ ചെയ്ത്. അപ്പോൾ വന്നിട്ട് ഞാൻ ഒരു 5-8 കൊല്ലമായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോരോ ഇതും പണി ജോലിയൊന്നും ചെയ്യണില്ല. 5-8 കൊല്ലമായിട്ട് സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.